ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കലത്തപ്പാണ്. അതിനിവിടെ 1 കപ്പ് പച്ചരി വൃത്തിയായി കഴുകിയ ശേഷം ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അങ്ങനെ കുതിർത്തിയെടുത്ത അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും. 1 കപ്പ് വെള്ളം ചേർത്ത് ഇത് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. അതിന് ചേർച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് മിക്സിയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം 1/2 കപ്പ് വെള്ളം ചേർത്തു. ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലാണ് ഞാൻ വെള്ളക്കലത്തപ്പം ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പം തന്നെ നമുക്ക് കലത്തപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ കുറച്ച് നടുക്കോട്ടാക്കി കൊടുക്കണം. ഇത് ഒരു 45 മിനിറ്റോളം അടച്ചു വെക്കണം. വളരെ ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി 45 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എയർ കയറിയതുകൊണ്ടാണ് ഇതിങ്ങനെ കുഴിഞ്ഞു പോയത്. ഒരു 2 മിനിറ്റ് മതി ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ. വെള്ളക്കലത്തപ്പം റെഡിയായി. ഇത് നല്ല മീൻ മുളകിട്ടതിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് വെള്ളക്കലത്തപ്പാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.